ഖരമാലിന്യ സംസ്കരണ രംഗത്ത് തനതായ മാതൃക സൃഷ്ടിച്ച പാലക്കാട് നഗരസഭ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി മാലിന്യമുക്ത നഗരമെന്ന പദവി നേടിയെടുക്കുന്നതിന് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിയത്. ഇതിന്റെ ഭാഗമായി ജീവനക്കാരുടെ ഭരണ നിർവഹണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ദൈനംദിന ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾ മോണിറ്ററിംഗ് ചെയ്യുന്നതിനായി ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ടിംഗ് ടെക്നോളജിക്ക് നഗരസഭ രൂപം നൽകിയതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശുചിത്വ രംഗത്ത് ഇത്തരമൊരു ക്രിയാത്മക സംവിധാനം മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നടത്തിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനക്ഷമത, ഡിജിറ്റൽ ലിറ്ററസി എന്നിവ വർദ്ധിപ്പിക്കാനും അതുവഴി നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തനം ഊർജിതമാക്കാനും ഇതിലൂടെ കഴിയുമെന്നും ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി സ്മിതേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഈ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ഇന്ന് മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പാലക്കാട് നഗരത്തിൻ്റെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ തന്നെ നമുക്കറിയാം, സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഒരു ഇൻസിനറേറ്റർ വയ്ക്കുകയുണ്ടായി. പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പഞ്ചായത്ത് അംഗങ്ങൾ ഇവിടെ വരികയാണ്. കാരണം ഇത് ഏത് സംസ്ഥാനത്തും നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയാണ് പാലക്കാട് നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡാർട്ട് എന്ന നമ്മളെ ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫയൽ ഇവിടെ നമ്മൾ ചെയ്യുവാനിടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് നഗരസഭകളിലും ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സ്മിതേഷ് അവർകൾ, അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് വളരെ ഉത്സാഹപൂർവ്വം സ്റ്റാൻഡിംഗ് കമ്മിറ്റി വളരെയധികം എല്ലാ മാസവും 1-2 ദിവസങ്ങൾ മീറ്റിങ്ങുകൾ വെച്ച് നമ്മുടെ ഹരിതകർമ്മസേനയുടെയും തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഡെയിലി റിപ്പോർട്ട് ചെയ്യുകയാണ്. സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭ, സമ്പൂർണ്ണ വെളിയിട വിസർജ്യമുക്ത നഗരസഭ, റെഡ് സ്പോട്ട് രഹിത നഗരസഭ, സമ്പൂർണ്ണ ഹരിത നഗരസഭ എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. കന്നുകാലികളുടെ വിഷയം, പൊതുസ്ഥലത്ത് മലിനജലം ഒഴുക്കുന്നവർ, പൊതുസ്ഥലം വൃത്തിഹീനമാക്കുന്നവർ എന്നിവ പിടിക്കപ്പെട്ടാൽ വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓട്ടോമേഷനിലൂടെ പരിശോധിച്ച് നടപടിയെടുക്കാൻ കഴിയും വിധമുള്ള സംവിധാനമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. സ്വകാര്യ സ്ഥലങ്ങളിൽ മാലിന്യമോ മലിനജലമോ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവ കണ്ടെത്തി പോർട്ടലിൽ രേഖപ്പെടുത്തി ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്യും. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ ഓർമ്മപ്പെടുത്തലുമുണ്ടാകും. നഗരത്തിൽ ഒഴിഞ്ഞുകിടക്കുന്നതും മാലിന്യം നിക്ഷേപിക്കാൻ സാധ്യതയുള്ളതുമായ 520ഓളം സ്ഥലങ്ങളാണുള്ളത്. ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു. മാത്രമല്ല, ഇവിടെയെല്ലാം പ്രതിമാസ പരിശോധനയും ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.